തിരുവനന്തപുരം വിഴിഞ്ഞം മുക്കോലയിൽ ടിപ്പറിൽ നിന്നും കല്ല് തെറിച്ച് വീണ ബൈക്ക് യാത്രികന് ഗുരുതര പരിക്ക്. മുക്കോല സ്വദേശിയും BDS വിദ്യാർത്ഥിയുമായ അനന്തുവിനാണ് പരിക്കേറ്റത്. കൈക്കും തലക്കും ഗുരുതര പരിക്ക് പറ്റിയ അനന്തുവിനെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അദാനി തുറമുഖത്തിലേക്ക് കല്ല് കൊണ്ടുവന്ന ടിപ്പറിൽ നിന്നാണ് കല്ല് തെറിച്ച് വീണത്. ഇതിനെതിരെ തുറമുഖ കവാടത്തിന് മുന്നിൽ നാട്ടുകാരും രാഷ്ട്രീയ പാർട്ടികളും പ്രതിഷേധിച്ചു. പ്രതിഷേധക്കാർ അദാനി ഗ്രൂപ്പ് അധികൃതരുമായി ചർച്ച ചെയ്യുകയാണ്. സുനിഷ അയലൂർ വിശദാംശങ്ങളുമായി. സുനിഷ, എന്തൊക്കെയാണ് കൂട്ടിച്ചേർക്കാനുള്ളത്? നികേഷ്, വിഴിഞ്ഞം മുക്കോല ജംഗ്ഷന് സമീപം ഇന്ന് 8 മണിയോടുകൂടിയായിരുന്നു ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത്. പറഞ്ഞതുപോലെ തന്നെ തുറമുഖത്തേക്ക് കരിങ്കല്ലുമായി കൊണ്ടുപോയിരുന്ന ലോറിയിൽ നിന്നും കല്ല് തെറിച്ചാണ് ഈ അപകടം ഉണ്ടാകുന്നത്. മുക്കോല സ്വദേശിയായിട്ടുള്ള ഈ അനന്തു, ഈ നെയ്യാറ്റിൻകര നിംസ് കോളേജിലെ 4ാം വർഷ BDS വിദ്യാർത്ഥി കൂടിയാണ്. അനന്തു ഈ ഇരുചക്ര വാഹനത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കവേ കല്ല് തലയിൽ വന്ന് പതിക്കുകയായിരുന്നു. കല്ലിനും കൈക്കും ഗുരുതരമായി പരിക്കേറ്റ അനന്തുവിനെ ഇപ്പോൾ നെയ്യാറ്റിൻകരയിലെ തന്നെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഈ അമിതമായ ലോഡ് കയറ്റിയാണ് ലോറി എത്തിയത് എന്ന് ആരോപിച്ചുകൊണ്ട് നാട്ടുകാരും വിവിധ രാഷ്ട്രീയ സംഘടനകളുടെയും നേതൃത്വത്തിൽ ഒരു പ്രതിഷേധമുണ്ടായിരുന്നു. ഈ തുറമുഖ കവാടത്തിന് മുന്നിൽ പ്രതിഷേധിക്കുകയും ചെയ്തിരുന്നു. പിന്നാലെയാണ് അദാനി ഗ്രൂപ്പ് അധികൃതരുമായി തന്നെ ഇപ്പോൾ ഇവരൊക്കെ തന്നെയും നാട്ടുകാരുമായൊക്കെ തന്നെയും ഒരു ചർച്ച നടത്തുന്നത്. നേരത്തെ തന്നെ ഈ ലോറി വിഴിഞ്ഞം പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുമുണ്ട്. ഏതായാലും അമിതമായ ലോഡ് കയറ്റി വന്നത് തന്നെയാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടാക്കിയത് എന്നത് തന്നെയാണ് നാട്ടുകാർ ആരോപിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിലവിൽ ഇപ്പോൾ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. നികേഷ്, വിശദാംശങ്ങൾ നൽകുകയായിരുന്നു സുനിഷ അയലൂർ.